ഹായ് ഹലോ അസ്സലാമു അലൈക്കും വെൽക്കം ബാക്ക് ടു യുവർ ചാനൽ. നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. അപ്പോൾ എന്തൊക്കെയാണ് എല്ലാവരും വിശേഷം? എല്ലാവർക്കും സുഖമാണെന്ന് വിചാരിക്കുകയാണ്. അൽഹംദുലില്ലാ ഞങ്ങൾക്കും സുഖമാണ് കേട്ടോ. അപ്പോൾ നമ്മളെ കഴിഞ്ഞ വീഡിയോക്കൊക്കെ നിങ്ങൾ തന്ന സപ്പോർട്ടിന് ഒരുപാട് നന്ദിയുണ്ട്. അതുപോലെ തന്നെ നമ്മളെ തുടർന്നുള്ള വീഡിയോസിനും നിങ്ങളെ സപ്പോർട്ട് ഉണ്ടാവുമെന്ന് പ്രതീക്ഷിക്കുകയാണ്. അപ്പോൾ ഇന്ന് നമ്മളെ വീട്ടിൽ ചെറിയൊരു നോമ്പുതുറ ഉണ്ടായിന്. അതിൻ്റെ വിശേഷങ്ങളൊക്കെയാണ് കേട്ടോ. നമ്മൾ വീട്ടുകാരനെ ഉള്ളൂ കേട്ടോ. ഇവിടുത്തെ വീട്ടിലത്തെ അനിയത്തിക്കുട്ടിയും ഓരൊക്കെ വീട്ടുകാർ തന്നെയാണല്ലോ. പിന്നെ എൻ്റെ നാത്തൂനും കുട്ടികളും അളിയാക്കിയും അതേപോലെ ഇളച്ചനും ഇളച്ചിയും കുട്ടികളും പിന്നെ എൻ്റെ വീട്ടിൽ നിന്ന് എൻ്റെ അമ്മ ഇവിടെ ഉണ്ട്. പിന്നെ നാത്തൂനും കുട്ടികളും അതേപോലെ തന്നെ എൻ്റെ അനിയത്തിയും കുട്ടികളും കേട്ടോ. അത്ര ആൾക്കാരാണ് നോമ്പ് തുറക്കാണ്ടിരുന്നത്. അപ്പോൾ കുറേ ആൾക്കാരൊന്നും ഇല്ലെങ്കിലും ഞങ്ങളെല്ലാവരും ഒരുമിച്ച് കൂടുമ്പോൾ കുറച്ച് ആൾക്കാരുണ്ടാവും ചെയ്യും കേട്ടോ. അപ്പം എൻ്റെ ഇവിടുത്തെ നാത്തൂനും ഇളച്ചിയൊക്കെ കുറച്ച് നേരത്തെ തന്നെ വന്നിട്ടുണ്ടായിന്. അപ്പോൾ ഞങ്ങൾ ളുഹർ നിസ്കാരമൊക്കെ കഴിഞ്ഞതിന് ശേഷം കിച്ചണിൽ കയറിയാണ് കേട്ടോ. അപ്പോൾ സവാളൊക്കെ ഒരു തൊലി കളയുന്നുണ്ട്. അപ്പോൾ നമ്മൾ ബിരിയാണിയാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ നിങ്ങൾ വിചാരിക്കും എപ്പോഴും ഇവിടെ ചാനലിൽ ബിരിയാണി തന്നെ ഉണ്ടാവുള്ളൂ. നമ്മൾ പുറത്തേക്ക് ഉണ്ടാക്കി കൊടുക്കണമല്ലേ ബീഫ് ബിരിയാണി ചിക്കൻ ബിരിയാണിയൊക്കെ. നമ്മളെ വീട്ടിൽ എന്തെങ്കിലും പരിപാടിയൊക്കെ ഉണ്ടാവുമ്പോൾ അധികം ബീഫ് ബിരിയാണി തന്നെ കേട്ടോ ഉണ്ടാക്കുക. എല്ലാവർക്കും ബീഫ് ബിരിയാണിനോടാണ് ഇഷ്ടം. അപ്പോൾ അതന്നെ കേട്ടോ നമ്മൾ ഉണ്ടാക്കുന്നത്. പിന്നെ സമൂസയും കട്ട്ലേറ്റും ഉണ്ടാക്കണം, അതേപോലെ ജ്യൂസ് ഉണ്ടാക്കണം, അങ്ങനെയുള്ളതൊക്കെ കേട്ടോ. അപ്പോൾ ഞാൻ ഒരു സവാളയൊക്കെ തൊലി കളയണമൊക്കെ ഉണ്ട്. അപ്പോൾ ഞാൻ വേഗം നമുക്ക് കട്ട്ലേറ്റ് ഉണ്ടാക്കണമല്ലോ, കട്ട്ലേറ്റ് ഉണ്ടാക്കാനുള്ള കിഴങ്ങ് പുഴുങ്ങാൻ വേണ്ടിയിട്ട് വെച്ചിട്ടുണ്ട് കേട്ടോ. പിന്നെ ജ്യൂസ് അടിക്കാൻ മുന്തിരി കേട്ടോ ബാബു കൊണ്ടുവന്നിട്ടുള്ളത്. അപ്പോൾ മുന്തിരി ഞാൻ ഒരു പാത്രത്തേക്ക് കുറച്ച് ഉപ്പും വെള്ളത്തിലിട്ട് വെക്കാമെന്ന് വിചാരിച്ചിട്ട് പാത്രത്തേക്ക് ഇട്ടതാട്ടോ. അപ്പോൾ ആ പാത്രം ചെറുതാണ്, അതിലേക്ക് കൊള്ളൂല. അപ്പോൾ ഞാൻ പിന്നെ വലിയ പാത്രത്തേക്ക് ഇട്ട് കൊടുത്തു. മുന്തിരി നല്ലോണം കഴുകിയെടുക്കണമല്ലോ, നല്ലോണം അഴുക്കും കാര്യങ്ങളൊക്കെ ഉണ്ടാവും അതിൽ. അപ്പോൾ അത് കുറച്ച് വലിയ പാത്രത്തിൽ ഇട്ട് കൊടുക്കണം. അപ്പോൾ അങ്ങനെ വലിയ പാത്രത്തിലൊക്കെ ഇട്ട് കുറച്ച് ഉപ്പൊക്കെ ഇട്ടാണ്ട് വെള്ളം ഒഴിച്ചാണ്ട് കുറച്ച് നേരം അങ്ങനെ വെക്കുന്നുണ്ട്. അപ്പോൾ ജ്യൂസ് നമ്മളെ വീട്ടിൽ മഞ്ജുമോളാണ് ഉണ്ടാക്കൽ. അപ്പോൾ ഇന്നും ഓളെന്നെ ഉണ്ടാക്കിക്കൊണ്ട് പറഞ്ഞിട്ടുണ്ട്. പിന്നെ ഇപ്പം നമുക്ക് ആദ്യത്തെ പോലെയല്ല. ആദ്യം പറഞ്ഞാൽ നമ്മൾ തന്നെ എല്ലാം ഉണ്ടാക്കണം. ഇപ്പോൾ കുട്ടികൾ കൂടുന്നതുകൊണ്ട് കുട്ടികളെല്ലാത്തിനും ഹെൽപ്പ് ചെയ്യും. ജ്യൂസ് അടിക്കാനാണെങ്കിലും ഫ്രൂട്ട്സ് കട്ട് ചെയ്യാനാണെങ്കിലും ഇനിയിപ്പോൾ സമൂസൻ്റെ ഓലയൊക്കെ ചുറ്റാനും എല്ലാത്തിനും ഒരു ഹെൽപ്പ് ചെയ്യും. അപ്പോൾ അതുകൊണ്ട് നമുക്ക് വലിയ റിസ്ക് ഇല്ല. അപ്പോൾ കുട്ടികൾ വലിയതായപ്പം അതൊക്കെ ഒരു ഗുണമുണ്ട്. ചെറിയ മക്കളാകുമ്പം പിന്നെ പേപ്പി പറഞ്ഞാൽ നമ്മളൊപ്പം ഉണ്ടാവൂലേ. പണിയെടുത്താൽ നമുക്ക് പണിയെടുക്കുന്നിടത്ത് മുറുകുമില്ല, അങ്ങനെ കരച്ചിലും പിടിച്ചിലേക്കാരം. അപ്പോൾ ഞാൻ സവാളയൊക്കെ എല്ലാത്തിനും ഉള്ളത് തൊലി കളഞ്ഞ് വെച്ചിന് കേട്ടോ. സമൂസയ്ക്കും കട്ട്ലേറ്റിക്കും അതേപോലെ തന്നെ ബിരിയാണിക്കും ഉള്ളതൊക്കെ. അപ്പോൾ ഞാൻ ആദ്യം ബിരിയാണിക്കുള്ള സവാള സ്ലൈസ് ചെയ്തെടുക്കുന്നുണ്ട്. അപ്പോൾ ബീഫ് ഞാൻ വേവിക്കാൻ വെച്ചിട്ടുണ്ടേന്. അപ്പോൾ നമ്മൾ 4 കിലോ ബീഫാട്ടോ പാവ് കൊണ്ടുവന്നിട്ടുണ്ടായിനത്. അപ്പോൾ അത് ഞാൻ വേവിക്കാൻ വെച്ചിട്ടുണ്ട്. 3.5 കിലോ റൈസും ആട്ടോ കൊടുക്കണത്. അങ്ങനെ ഞാൻ ബീഫ് വെന്തിക്കണോ നോക്കിയപ്പോൾ ബീഫൊക്കെ ആയിട്ടുണ്ട്. നല്ലോണം വെന്ത് പൊട്ടണ്ട കേട്ടോ. നമ്മൾ കുറച്ച് നേരം ദമ്മ് ചെയ്ത് എടുക്കൂലേ, അപ്പോൾ ദമ്മിൽ കടന്നിട്ട് നല്ലോണം വെന്തോളും. എന്നാൽ ഒരു പാകത്ത് വേവാവും വേണം, എന്നാലുള്ളൂ മസാലയിൽ നിന്ന് നമുക്ക് ബീഫ് ഇങ്ങനെ മസാല വിളമ്പിട്ട് കഴിക്കുമ്പോൾ ശരിക്കും കോരി ഇടാൻ കഴിയുള്ളൂ. അപ്പോൾ ബീഫ് ആയിട്ടുണ്ട്. ഇനി നമുക്ക് വേഗം ബിരിയാണീൻ്റെ പരിപാടി നോക്കാം. അപ്പോൾ ഞാൻ അടുപ്പത്ത് ചെമ്പൊക്കെ വെച്ചിട്ടുണ്ടായിന് കേട്ടോ. അപ്പോൾ അതിലേക്ക് വെളിച്ചെണ്ണയൊക്കെ ഒഴിച്ചു കൊടുത്തുകൊണ്ട് സവാളയൊക്കെ ഇട്ടിട്ട് വഴറ്റിയെടുക്കുന്നുണ്ട്. അപ്പം എൻ്റെ ബീഫ് ബിരിയാണി കണ്ടുകൊണ്ട് നിങ്ങൾ മടുത്തേക്കൂലേ. അപ്പം എന്തായാലും റെസിപ്പി ആയിട്ടൊന്നും ഞാൻ കാണിക്കണില്ല, എന്നാലും ബിരിയാണി ഉണ്ടാക്കുന്നതൊക്കെ കാണിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ നമുക്ക് ഇന്നത്തെ വീഡിയോ കുറച്ച് ഒരുപാടൊന്നും വേണ്ട, കുറച്ച് ലെങ്ത്ത് വേണ്ടേ. അപ്പോൾ ബിരിയാണി ഉണ്ടാക്കണമൊക്കെ ഇതിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അപ്പോൾ സവാളൊക്കെ വഴന്ന് കിട്ടീന്. പിന്നേക്ക് ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളകൊക്കെ ചതച്ചതൊക്കെ ഇട്ട് കൊടുത്തു. അപ്പോൾ അടുപ്പ് നല്ലോണം കത്തുന്നുണ്ട് കേട്ടോ. പിന്നെ നമുക്ക് ഇപ്രാവശ്യം പെരുന്നാളില്ല. പെരുന്നാൾക്ക് നമുക്ക് കുറേ ഓർഡർ ഉണ്ട് കേട്ടോ. 2-3 ഓർഡർ ഉണ്ട് ബിരിയാണിക്ക്. അപ്പോൾ ഞാൻ സാധാരണ പെരുന്നാൾക്ക് ബിരിയാണി ഉണ്ടാക്കി കൊടുക്കലില്ല. അപ്പോൾ ഇപ്രാവശ്യം നമുക്ക് പെരുന്നാളൊന്നും ഇല്ലല്ലോ, നമ്മൾ പെരുന്നാളൊന്നും കഴിക്കണില്ല കേട്ടോ. അപ്പോൾ എന്തായാലും ഓർഡറൊക്കെ ഏറ്റാണ്, അന്ന് ഉണ്ടാക്കി കൊടുക്കണം ബിരിയാണി. പിന്നെ കഴിഞ്ഞ റമദാനിൽ നോമ്പ് തുറക്ക് ഇവിടുത്തെ ഉണ്ടായിനി. അപ്പോൾ ആ വീഡിയോ ഒക്കെ കാണുമ്പോൾ ഒരു സങ്കടം കേട്ടോ. അപ്പോൾ ഇപ്രാവശ്യം ഇപ്പല്ല. അപ്പോൾ ഇനി അടുത്ത പ്രാവശ്യം ആരൊക്കെ ഉണ്ടാവും ഒന്നും പറയാൻ പറ്റില്ലല്ലോ. അപ്പോൾ നമ്മൾ ഉണ്ടാവുമ്പോൾ നല്ല ഹാപ്പി ആയിട്ടിരിക്കുക. എല്ലാവരും ഒരുമിച്ച് കൂടുമ്പോൾ ഒക്കെ ഒരു സന്തോഷമാണല്ലോ, വർഷത്തിലൊരിക്കലല്ലേ. അപ്പോൾ ഞാൻ ബിരിയാണിയൊക്കെ വേഗം റെഡിയാക്കി എടുക്കുന്നുണ്ട് കേട്ടോ. മസാലപ്പൊടികളൊക്കെ ഇട്ട് കൊടുത്തു. അതേപോലെ മല്ലിച്ചപ്പും പുതിനൻ്റെ ഇലയൊക്കെ കട്ട് ചെയ്തതൊക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ നാരങ്ങ നീരും തൈരൊക്കെ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. പിന്നെ ഞങ്ങളവിടെ നിന്ന് ഒരു അപകടം നടന്നിട്ടോ. ഇവിടെ നമ്മളെ വീടിൻ്റെ അടുത്തല്ല, എൻ്റെ വീടിൻ്റെയൊക്കെ അടുത്തായിട്ട് അവിടെ ഒരു അമ്മായിയമ്മ മരുമോളെ വെട്ടിക്കൊന്നു. അപ്പോൾ എന്താ വെച്ചാൽ ചായ ചോദിച്ചിനോലെ അമ്മ. ചായ ചോദിച്ചിട്ട് ചായക്ക് നേരെ വൈകിട്ട് അങ്ങനെ
ദേഷ്യം കടിച്ചിട്ട് അങ്ങനെയൊക്കെയാണ് കേട്ടോ പറയുന്നത്. എന്താണ് സത്യാവസ്ഥ നമുക്ക് അറിയൂല. ഇന്ന് രാവിലെ കേട്ട വാർത്ത അതാട്ടോ. ആ മക്കളെ അവസ്ഥ ഒന്ന് ആലോചിച്ച് നോക്കണല്ലേ. ചെറിയ മക്കളല്ലേ. അമ്മനെ അച്ചമ്മ ഓരോ മുന്നിലിട്ട് കത്തി കൊണ്ട് വെട്ടിക്കൊന്നേക്കാണ്. അപ്പം തന്നെ മരിച്ചും ചെയ്തിക്കണമെന്നൊക്കെ കേട്ടോ പറയണത്. എന്തായാലും പഠിച്ച റബ്ബ് കാക്കട്ടല്ലേ അങ്ങനത്തെ ദുർമരണങ്ങളൊക്കെ തൊട്ട്. അപ്പോൾ വിറക് വെട്ടണ കത്തി വെച്ചിട്ടാണ് മരുമോളെ ആ അമ്മ വെട്ടിക്കൊന്നണത്. വെറും ഒരു ചായൻ്റെ പേരിൽ മാത്രം ആവുമെന്ന് എനിക്ക് തോന്നണില്ല കേട്ടോ. എന്താണ് സത്യാവസ്ഥ നമുക്കറിയില്ല. നമുക്കറിയാതെ ഒന്നും പറയാനും പറ്റൂല. എന്തായാലും എല്ലാവരും പഠിച്ചോൻ കാക്കട്ടെ. ദേഷ്യവും വാശിയും ഒക്കെ എല്ലാവർക്കും ഉണ്ടാവും. എന്നാലും അങ്ങനത്തെ വാശിയും ദേഷ്യമൊന്നും ആർക്കും ഉണ്ടാവാതെക്കട്ടെ. അപ്പോൾ ബിരിയാണീൻ്റെ മസാലയൊക്കെ സെറ്റാക്കിട്ടോ. പിന്നെ അരി തിളപ്പിച്ചൂറ്റാൻ വേണ്ടിയിട്ട് വെള്ളം വെച്ച് അടുപ്പത്ത്. അപ്പോൾ അകത്തൊന്ന് നോക്കിയപ്പം സമൂസയൊക്കെ റെഡിയാക്കുന്നുണ്ട് കേട്ടോ. ഷിഞ്ചുമോളും അതേപോലെ തന്നെ നാത്തൂൻ്റെ മോളും ഒക്കെ കൂടിയിട്ട് സമൂസയൊക്കെ ചുറ്റുന്നുണ്ട്. അതുപോലെ തന്നെ നമ്മളെ മഞ്ജുമോള് ജ്യൂസ് അടിക്കുന്നുണ്ട്. അപ്പോൾ ജ്യൂസ് മുന്തിരി ഞാൻ വെള്ളത്തിലിട്ട് വെച്ചിരുന്നല്ലോ, അതിനൊക്കെ എടുത്ത് നല്ലോണം കഴുകിയാണ്ട് ഒന്ന് തിളപ്പിച്ചെടുത്തിട്ടുണ്ടായിന് കേട്ടോ. എന്നിട്ടാണ് ജ്യൂസ് അടിക്കണത്. അപ്പോൾ അതൊക്കെ അങ്ങനെ അവിടെ നടക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ ചോറിന് വെച്ച വെള്ളം നല്ലോണം തിളച്ചിട്ടുണ്ട്. അപ്പോൾ ഞാൻ വേഗം പോയിട്ട് പിന്നെ അരി എടുത്തോണ്ടെന്ന് കേട്ടോ. അരി നമ്മൾ കൈമ റൈസ് തന്നെയാണ് എടുത്തിട്ടുള്ളത്. സാധാരണ നമ്മൾ കൈമ റൈസ് കൊണ്ട് തന്നെയല്ലേ ബിരിയാണി ഉണ്ടാക്കൽ. അപ്പോൾ ഒന്നും അത് തന്നെയാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. പിന്നെ ചിലർ പറയും ഈ കൈമ റൈസ് തിളപ്പിച്ചൂറ്റി കഴിഞ്ഞാൽ അതിൻ്റെ ടേസ്റ്റും ഫ്ലേവറൊക്കെ പോവും. അങ്ങനെയൊന്നുമില്ല കേട്ടോ, കുഴപ്പമൊന്നുമില്ല. നമുക്ക് തിളപ്പിച്ചൂറ്റിയിട്ട് വെക്കണ ബിരിയാണി നല്ല ടേസ്റ്റാണ്. അതേപോലെ തന്നെ നല്ലൊരു സോഫ്റ്റ് ആയി. കാരണം തിളപ്പിച്ചൂറ്റുമ്പോൾ ഞാൻ വറ്റിച്ചിട്ട് വെക്കുമ്പോൾ ചെറിയൊരു ബലം ഉണ്ടാവലുണ്ട് കേട്ടോ റൈസിന്. അപ്പോൾ ഇന്നിപ്പോൾ ചോറ് ഊറ്റാനൊക്കെ എല്ലാവരും ഉണ്ടല്ലോ. അപ്പോൾ ഞാൻ ഇങ്ങനെ ആക്കാമെന്ന് വിചാരിച്ചിട്ടോ, തിളപ്പിച്ചൂറ്റി ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. അങ്ങനെ അരിയൊക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ ആ വെള്ളത്തേക്ക് നമ്മൾ സാധാരണ ചേർക്കുന്ന പോലെ തന്നെ ഏലക്ക, ഗ്രാമ്പൂ, പട്ട അങ്ങനെയുള്ള ഐറ്റംസൊക്കെ കുറേശ്ശെ വെള്ളം തിളപ്പിക്കാൻ വേണ്ടിയിട്ട് വെച്ചപ്പോൾ തന്നെ ചേർത്തിന്. ഉപ്പിട്ട് കൊടുത്തു. അതേപോലെ കുറച്ച് സൺഫ്ലവർ ഓയിൽ ഒഴിച്ചു കൊടുത്തു, അരി തമ്മിൽ ഒട്ടിപ്പിടിക്കാതിരിക്കാൻ വേണ്ടിയിട്ട്. പിന്നെ കൈ കിട്ടണതൊക്കെയാണ് ഇട്ട് കൊടുക്കുക. മല്ലിച്ചപ്പിൻ്റെ ഇലയും പുതിനൻ്റെ ഇലയൊക്കെ കട്ട് ചെയ്തതും ക്യാരറ്റൊക്കെ ഇട്ട് കൊടുത്തു കേട്ടോ. അപ്പോൾ ഇതാ നമ്മളെ മസാല ഞാനൊന്ന് മിക്സാക്കി കൊടുത്തു. പിന്നെ നോമ്പാവുമ്പോൾ എന്താ പറയുക, എരിവും പുളിയൊന്നും നോക്കാൻ കഴിയില്ല. അതാണുള്ള കുഴപ്പം. അപ്പം എന്തായാലും കുഴപ്പമൊന്നും ഉണ്ടാവില്ല എന്ന് വിചാരിക്കണം. പിന്നെ നമുക്ക് കൈക്കണക്കായതുകൊണ്ട് എനിക്ക് അങ്ങനെ കേട്ടോ, ഒരു കൈക്കണക്കാണ്. ഞാൻ ആ കൈക്കണക്കിനനുസരിച്ചിട്ടാണ് ഇട്ട് കൊടുക്കൽ ഉപ്പൊക്കെ ഇടുമ്പോൾ കേട്ടോ. സ്പൂണാവുമ്പോൾ പിന്നെ അത്രയ്ക്ക് അങ്ങോട്ട് അറിയൂല. പിന്നെ ബീഫൊക്കെ നമ്മൾ വേവിക്കുമ്പോൾ തന്നെ ചേർക്കണമല്ലേ. അപ്പോൾ മസാലയ്ക്കുള്ള ബീഫ് മാത്രം മതിയല്ലേ. പിന്നെ അപ്പം അരി ഊറ്റാനായി വേഗം ഊറ്റിയെടുക്കുന്നുണ്ട് കേട്ടോ. പിന്നെ അതിൻ്റെ ഇടയിൽ സവാള ഫ്രൈ ചെയ്തത് നെയ്യും അതേപോലെ തന്നെ സവാളയും അണ്ടിപ്പരിപ്പ് മുന്തിരി ഫ്രൈ ചെയ്തതൊക്കെ ഇടയിൽ കൂടെ അങ്ങനെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ നമുക്ക് നമ്മളെ ബിരിയാണി റൈസിന് നല്ലൊരു ഫ്ലേവറും നല്ലൊരു സ്മെല്ലൊക്കെ കിട്ടാൻ വേണ്ടിയിട്ട് കുറച്ച് റോസ് വാട്ടർ ഒഴിച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ. ആദ്യമൊക്കെ ഞാൻ ബിരിയാണി ഉണ്ടാക്കുമ്പോൾ റോസ് വാട്ടർ ചേർത്തിന്. ഇപ്പം ഞാൻ സാധനം വാങ്ങിക്കണ കടയിൽ നിന്ന് റോസ് വാട്ടർ കിട്ടലില്ല കേട്ടോ. അപ്പോൾ ഏതായാലും ഇന്നലെ ഞാൻ ലിസ്റ്റിൽ ഇട്ടീനി, അതുകൊണ്ട് കിട്ടീന് കേട്ടോ. അപ്പം നമുക്ക് അത് ചേർത്ത് കൊടുക്കാം. അതിന് വലിയ റേറ്റ് ഒന്നുമില്ല കേട്ടോ. 40 രൂപ 45 രൂപയൊക്കെ ഉള്ളൂ. അപ്പോൾ അതിങ്ങനെ ഇടയ്ക്ക് ഇങ്ങനെ കുറേശ്ശെ ചേർത്ത് കൊടുത്ത് നല്ല സ്മെല്ലാട്ടോ അതിന്. അപ്പോൾ നമ്മൾ ബിരിയാണിയൊക്കെ പൊട്ടിക്കുമ്പോഴേ അടിപൊളി സ്മെല്ലാണ്. ബിരിയാണിക്ക് നല്ലൊരു ഫ്ലേവറും ഒക്കെയാണ്. അപ്പോൾ അങ്ങനെ അതും ചേർത്ത് കൊടുത്തു. പിന്നെ നെയ്യൊക്കെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതൊക്കെ നമ്മൾ സാധാരണ ചെയ്യുന്ന പോലെ തന്നെ ലെയറായിട്ട് അങ്ങനെ ഒക്കെ ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. അരി ഊറ്റി തരാൻ ആളുണ്ടാകുമ്പോഴേ നമുക്ക് സുഖമാണ്. ആ പാകത്തെ വേവിന് തന്നെ കിട്ടും. നമ്മളിങ്ങനെ ഇടയ്ക്കൊക്കെ ലെയറായിട്ട് ഓരോന്ന് ചേർത്ത് കൊടുക്കൂലേ. അത് ചേർക്കുമ്പോൾ ചിലപ്പം അടുപ്പത്ത് തന്നെയാണ് റൈസ് എന്നുണ്ടെങ്കിൽ വേവേറും. അപ്പോൾ ഒരാളിങ്ങനെ ഊറ്റി തരാനുണ്ടെങ്കിൽ എളുപ്പമാണ്. ഒരു ഹെൽപ്പർ വേണം എപ്പോഴും അല്ലേ. അപ്പോൾ ഊറ്റിലൊക്കെ കഴിഞ്ഞിട്ടോ. പിന്നെ ഫോയിൽ പേപ്പർ വെച്ചാണ്ട് നല്ലോണം ഒന്ന് അടച്ചു കൊടുത്തിട്ടുണ്ട് ആവി പോവാതെക്കാൻ വേണ്ടിയിട്ട്. പിന്നെ നമ്മളെ ചെമ്പിൻ്റെ അടുപ്പും വെച്ച് കൊടുത്തു. ഇനി അടുപ്പത്ത് വെച്ചിട്ട് നമുക്ക് ദമ്മ് കയറ്റിയെടുക്കണം. അപ്പോൾ ഞാൻ ഇതിൻ്റെ അടിയിൽ നല്ലോണം കനലുണ്ട് കേട്ടോ. അപ്പോൾ ആ കനലൊക്കെ ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും നീക്കി കൊടുക്കുന്നുണ്ട്. അല്ലാതെ ഇത് അടുപ്പത്ത് വെച്ചാണ്ട് നമ്മൾ ഓലൊക്കെ കത്തിച്ചാൽ അടി പിടിക്കും, മസാലയൊക്കെ അടി പിടിച്ച് പോവും. അപ്പോൾ ഞാൻ പിന്നെ അടി പിടിച്ചാൽ അറിയാലോ, ആ കങ്ങിയ ടേസ്റ്റ് ഉണ്ടാകുമ്പോൾ ബിരിയാണിക്ക് ഒരു ടേസ്റ്റും ഉണ്ടാവില്ല. അപ്പം നമ്മൾ ബിരിയാണി കൊളാവും. അപ്പം നല്ല രീതിയിൽ കിട്ടണമെങ്കിൽ നല്ല കനലൊക്കെ ഉണ്ടെങ്കിൽ ഇതേപോലെ ഒന്ന് നീക്കി കൊടുക്കുക കേട്ടോ. എന്നിട്ട് ഞാൻ ചെറിയൊരു പിടി ഓലക്കൂടി എടുത്തിട്ടുള്ളൂ, അതൊന്ന് പാളിപ്പിച്ച് കത്തിച്ചെടുത്തിട്ടുണ്ട്. പിന്നെ ആ കനൽമല അങ്ങനെ വെച്ചു, ഒരു വെയിറ്റും വെച്ച് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അതവിടെ നിൽക്കട്ടെ. പിന്നെ വേണമെങ്കിൽ അടുപ്പിൻ്റെ മേലെ കൂടിയും കുറച്ച് കനലൊക്കെ ഇട്ട് കൊടുക്കുക. ഞാൻ കനലൊന്നും ഇട്ട് കൊടുത്തിട്ടില്ല കേട്ടോ, വെയിറ്റ് വെച്ച് കൊടുത്തിട്ടുള്ളൂ. പിന്നെ ഇനിയിപ്പോൾ കട്ട്ലേറ്റ് ഉണ്ടാക്കാനുള്ളൂ. സമൂസയൊക്കെ മക്കൾ ചുറ്റുന്നുണ്ട് അതിൻ്റെ അടിയിൽ. അപ്പോൾ ഞാൻ
ഇതാ നമ്മൾ കിഴങ്ങൊക്കെ പുഴുങ്ങി വെച്ചിനല്ലോ. അപ്പം എൻ്റെ ഇളച്ചി അതൊക്കെ ഉടച്ച് തന്നിട്ടുണ്ടായിന് കേട്ടോ. അപ്പോൾ അതിക്കുള്ള മസാല ഞാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ടായിന്. അപ്പോൾ ഓരോ ജോലികൾ ചെയ്യുന്നതിൻ്റെ അടിയിൽ കൂടെയും വേറെയും ഓരോ നമ്മൾ ചെയ്യുന്നുണ്ട്. അപ്പോൾ ഒക്കെ കൂടെ വീഡിയോയിൽ കാണിക്കാൻ കഴിയൂലല്ലോ. അപ്പോൾ ഇതാ അതിക്കുള്ള മസാല ബീഫ് കട്ട്ലേറ്റ് ആട്ടോ നമ്മൾ ഉണ്ടാക്കുന്നത്. അപ്പോൾ സവാള വഴറ്റിയെടുത്തേക്ക് ബീഫ് ക്രഷ് ചെയ്തതൊക്കെ ചേർത്തിന്. അപ്പോൾ അതൊക്കെ ഇതിലേക്ക് ഇട്ട് കൊടുത്തു. പിന്നെ നമ്മൾ കട്ട്ലേറ്റ് പൊട്ടിപ്പോവാതൊക്കെ ഉള്ളൊരു ടിപ്പാട്ടോ. ഞാൻ കഴിഞ്ഞ ഏതോ ഒരു വീഡിയോയിൽ പറഞ്ഞിനി കുറച്ച് ബ്രെഡ് പൊടിയോ അല്ലെങ്കിൽ റിസ്ക് പൊടിയോ ഉണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കുക. ഒരു 2 കൈപ്പിടി ഞാൻ അതിലേക്ക് ചേർത്തത് കേട്ടോ. എന്നിട്ട് നല്ലോണം കുഴച്ച് മിക്സാക്കി കൊടുക്കുക. അപ്പം നമ്മുടെ കട്ട്ലേറ്റ് നല്ല ഷേപ്പിൽ കിട്ടും ചെയ്യും. നമ്മളിത് ഫ്രൈ ചെയ്യുന്ന സമയത്ത് പൊട്ടിപ്പോവൊന്നും ചെയ്യില്ല കേട്ടോ. അല്ലെങ്കിൽ ഇങ്ങനെ ചെറുതായിട്ട് ഇങ്ങനെ ഒരു വെള്ളത്തിൻ്റെ ഒരു നനവില്ല പോലെ തോന്നുമല്ലോ, അങ്ങനത്തെ ഒരു പ്രശ്നമില്ല. അത് പൊരിക്കണ സമയത്ത് പൊട്ടിപ്പോവില്ല, നല്ല പെർഫെക്റ്റ് ആയിട്ട് തന്നെ കിട്ടും. ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞിനി, ഇനി അത് കേൾക്കാത്ത ആൾക്കാരുണ്ടെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുകൊണ്ട്. എനിക്കറിയുന്ന കാര്യങ്ങളൊക്കെ ഞങ്ങൾക്ക് പറഞ്ഞു തരലുണ്ട്. അപ്പം ആർക്കെങ്കിലും ഉപകാരപ്പെടുകയാണെങ്കിൽ പെട്ടോട്ടെ വിചാരിച്ചിട്ടാട്ടോ. അപ്പോൾ നമുക്ക് ഇനി കട്ട്ലേറ്റ് ഇതേപോലെ ഉണ്ടാക്കാം. അപ്പോൾ ഞാനിങ്ങനെ കട്ട്ലേറ്റ് ചിഞ്ചുമോള് കട്ട്ലേറ്റ് ഉണ്ടാക്കുന്നുണ്ട്. അത് മുട്ടൻ്റെ ബാറ്റിലൊക്കെ മുക്കി ബ്രെഡ് ക്രംസിലൊക്കെ ഞാൻ അതിൻ്റെ ഇടയിൽ കോട്ട് ചെയ്തെടുക്കുന്നുണ്ടായിന് കേട്ടോ. അപ്പോഴാണ് എൻ്റെ നാത്തൂൻ വന്നത്. അപ്പോൾ ആ ജോലി പിന്നെ ഓളെ ഏറ്റെടുത്തു. അപ്പോൾ എന്നോട് പറഞ്ഞു നിങ്ങൾ സമൂസ പൊരിച്ചോളി, അപ്പോഴത്തേന് ഞങ്ങളിത് ഉണ്ടാക്കാൻ പറഞ്ഞു. അപ്പോൾ പിന്നെ ഞാൻ സമൂസ പൊരിക്കാൻ വേണ്ടിയിട്ട് നിന്ന്. നമ്മൾ നോമ്പ് തുറക്കുന്ന സമയത്തിന് എല്ലാവരും വിളിച്ചു കഴിഞ്ഞാൽ ആ സമയമാകുമ്പോഴത്തേനൊക്കെ റെഡിയാക്കി വെക്കണ്ടേ. ബാങ്ക് കൊടുക്കുമ്പോഴത്തേന് എല്ലാവർക്കും ഇരിക്കാൻ ഭാഗത്തിന്, ഒരു ട്രിപ്പ് കഴിഞ്ഞ് പിന്നെ ഒരു ട്രിപ്പിന് ഇരിക്കാൻ, അങ്ങനെയല്ല, എല്ലാവരും ഒറ്റ ട്രിപ്പിൽ ഇരുത്താൻ വേണ്ടിയിട്ട് നോക്കണം. നോമ്പ് തുറക്കുമ്പോൾ വിളിക്കുമ്പോൾ അങ്ങനെയാണല്ലോ. അപ്പോൾ നമ്മൾ പുറത്തുനിന്ന് ടേബിളും കസേരയൊന്നും കൊണ്ടുവന്നിട്ടൊന്നുമില്ല കേട്ടോ. നമ്മൾ വീട്ടുകാർ മാത്രമല്ലേ ഉള്ളൂ. അപ്പം നമുക്ക് ഹാളിൽ ഷീറ്റ് വിരിച്ചിട്ട് അവിടെ ഇരിക്കാമെന്ന് കേട്ടോ വിചാരിക്കണത്. അപ്പോൾ ഒക്കെ റെഡിയാക്കണം. ഇതൊക്കെ കഴിഞ്ഞിട്ട് വേണം അതൊക്കെ റെഡിയാക്കാൻ. അപ്പോൾ ഇതാ നമ്മൾ സമൂസയൊക്കെ ഫ്രൈ ചെയ്തെടുക്കേണ്ടത്. സമൂസ ഒരു 5-6 ഒറ്റ ട്രിപ്പിൽ തന്നെ ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ ഞാൻ. ഇങ്ങനത്തെ ഫ്രൈ പാൻ ആയാലേ കുറേ ഇട്ട് കൊടുക്കാം. പിന്നെ കട്ട്ലേറ്റ് ആദ്യം പൊരിച്ചെടുത്താൽ പിന്നെ ആ എണ്ണ പിന്നെ ഒന്നിനും പറ്റൂല. അപ്പോൾ ആദ്യം സമൂസ ഫ്രൈ ചെയ്തെടുത്താൽ പിന്നെ ആ ഓയിലിൽ തന്നെ നമുക്ക് കട്ട്ലേറ്റും ഉണ്ടാക്കാമല്ലോ. അങ്ങനെ സമൂസയൊക്കെ വേഗം ഫ്രൈ ചെയ്യൽ കഴിഞ്ഞിട്ടോ. ഇനിയിപ്പോൾ കട്ട്ലേറ്റും കൂടെ ഉണ്ട് ഫ്രൈ ചെയ്തെടുക്കാൻ. അപ്പോൾ അതും വേഗം ഞാൻ ഫ്രൈ ചെയ്തെടുക്കുന്നുണ്ട്. അപ്പോൾ ഞാനൊരു പ്രാവശ്യം ഉപയോഗിച്ച എണ്ണ പിന്നെ ഇന്ന് ഉപയോഗിച്ച എണ്ണ നാളെ ഞാൻ എടുക്കലില്ല. ഇപ്പോൾ നമ്മൾ സമൂസ ഫ്രൈ ചെയ്ത ഓയിൽ ഇപ്പോൾ ബാക്കിയുണ്ടല്ലോ, അപ്പോൾ ആ ഓയിലിൽ തന്നെയാണ് കേട്ടോ നമ്മളിപ്പോൾ കട്ട്ലേറ്റും ഫ്രൈ ചെയ്യുന്നത്. അങ്ങനെ കുഴപ്പമില്ല. നമ്മൾ എണ്ണ ഉപയോഗിച്ച് പിന്നെ അത് എടുത്തു വെച്ച് പിറ്റേ ദിവസമൊക്കെ എടുക്കുമ്പോഴാണ് കേടുണ്ടാവുക. അപ്പോൾ ഇപ്പം തന്നെ എടുക്കണതിന് കുഴപ്പമൊന്നുമില്ല കേട്ടോ. അപ്പം ഇതാ സമൂസ ആയിട്ടുണ്ട്. ഇനി നമുക്ക് കട്ട്ലേറ്റും വേഗം ഫ്രൈ ചെയ്തെടുക്കാം. പിന്നെ സമൂസ ഇങ്ങനെ എപ്പോഴും ക്രിസ്പി ആയിട്ട് കിട്ടാൻ എന്താ ടിപ്പ് എന്നൊക്കെ കമൻറ്റ് ബോക്സിൽ എന്നോട് ആരോ ചോദിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതെന്താ വെച്ചാൽ നമ്മളിങ്ങനെ സമൂസ ഫ്രൈ ചെയ്യുമ്പം ഒക്കെ ഓരോന്ന് അതിൻ്റെ മേലേക്ക് അങ്ങനെ ഇട്ട് കൊടുക്കുകയല്ലേ ചെയ്യണത്. അങ്ങനെ ചെയ്യാതെ എന്തെങ്കിലും ഷീറ്റൊക്കെ വിരിച്ചിട്ട് അതിലിങ്ങനെ ഒന്നൊന്നുമ്പോൾ തൊടാത്ത രീതിയിൽ വെക്കുകയാണെങ്കിൽ അത്ര പെട്ടെന്നൊന്നും അങ്ങനെ കുഴഞ്ഞു പോകില്ല കേട്ടോ. ഒന്ന് പരീക്ഷിച്ച് നോക്കുകൊണ്ട്. നമ്മൾ ചായക്കടയിലൊക്കെ കണ്ടിട്ടില്ലേ സമൂസ വെക്കണത്, ആ ചില്ലിൻ്റെ എന്താ പറയുക, ചില്ലിൻ്റെ ഒരു സാധനം ഉണ്ടല്ലോ, ഒരു അലമാര, അതിലിങ്ങനെ വെക്കണ കണ്ടിട്ടില്ലോ. സമൂസ ഇങ്ങനെ കുത്തിച്ചാരില്ലേ വെക്കുക. അങ്ങനെ വെച്ചാലും മതി. അല്ലെങ്കിൽ ഒന്നൊന്നുമ്പോൾ തൊടാത്ത രീതിയിൽ വെക്കുക. അപ്പോൾ അങ്ങനെ അങ്ങോട്ട് പെട്ടെന്ന് ഇതാവില്ല കേട്ടോ. അങ്ങനെ ഞാൻ കട്ട്ലേറ്റൊക്കെ ഫ്രൈ ചെയ്തെടുക്കുന്നുണ്ട് അതിൻ്റെ ഇടയിൽ. പിന്നെ അതൊക്കെ കഴിഞ്ഞു കേട്ടോ. പിന്നെ എന്തിനോ പുറത്തേക്ക് ഇറങ്ങിയത്. അപ്പോൾ നിങ്ങൾ കണ്ടോ, നമ്മളെ താഴെയുള്ള തെങ്ങിൻ തോട്ടത്തിൽ നിറച്ച് മയിലുണ്ട് കേട്ടോ. ഒരു 6-7 മയിലുണ്ട് അതിന്. അപ്പോൾ ഇങ്ങനെ പോണ കണ്ടപ്പോഴേ നല്ലൊരു രസം. നിങ്ങൾക്ക് വീഡിയോയിൽ ശരിക്കും കാണണ്ടോ അറിയില്ല, ഞാൻ സൂം ചെയ്തെടുത്തതാട്ടോ. ഇപ്പോൾ എപ്പോഴും ഉണ്ടാവും കേട്ടോ നമ്മുടെ വീടിൻ്റെ താഴെ ഭാഗത്ത് കൂടെ മയിലുകൾ. ആൺമയിലുണ്ട്, നല്ല പീലിയൊക്കെ വിടർത്തുന്ന മയിലുണ്ട് കേട്ടോ. അപ്പോൾ കോഴികൾ ഇങ്ങനെ ചെനക്കിപ്പെറുക്കി നടക്കണ പോലെയാണ് കേട്ടോ മയിലുകൾ. അവരിങ്ങനെ കുത്തിപ്പെറുക്കി തിന്ന് നടക്കണ കാണാനൊരു രസമാണ്. അപ്പോൾ മക്കൾ പിന്നെ ഫ്രൂട്ട്സൊക്കെ കട്ട് ചെയ്തൊക്കെ റെഡിയാക്കി. പിന്നെ നമ്മളെ സമൂസയും കട്ട്ലേറ്റും ഒക്കെ ഫ്രൈ ചെയ്തത് അതുമായിട്ടുണ്ട്. പിന്നെ ബിരിയാണി തമ്മിലായല്ലോ, കുറച്ച് നേരമായി ആയിട്ട്. അങ്ങനെ പണികളൊക്കെ കഴിഞ്ഞു കേട്ടോ. അപ്പം പിന്നെ അസ്രസ്കാരമൊക്കെ കഴിഞ്ഞതിന് ശേഷം കുറച്ച് നേരം വർത്താനൊക്കെ പറഞ്ഞിരുന്ന് പിന്നെ പുറത്തേക്ക് ഇറങ്ങിയത്. അപ്പോഴും പിന്നെ മയിലിനെ കണ്ടു കേട്ടോ. അപ്പോൾ ക്യാമറ അങ്ങോട്ട് തിരിച്ചതാണ്. നിങ്ങൾക്ക് കാണുന്നുണ്ടോയെന്ന് അറിയില്ല. എനിക്കിങ്ങനെ അങ്ങനത്തെ ഒക്കെ കാണുന്നത് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. പിന്നെ എപ്പോഴൊന്നും നമ്മളതിൽ ആദ്യമൊന്നും ഇല്ലേനി കേട്ടോ. ഇപ്പോൾ കുറച്ചായിട്ടുള്ളൂ മയിലൊക്കെ ഇങ്ങനെ വരൽ തുടങ്ങിയിട്ട്. അപ്പോൾ മയിലൊക്കെ ഇങ്ങനെ വരുന്നോണ്ടാണ് തോന്നുന്നുണ്ട്. ഇപ്പോൾ പാമ്പിൻ്റെ ശല്യം കുറവാണ്. അങ്ങനെ ബാങ്ക് കൊടുക്കാനൊക്കെ ആയി തുടങ്ങിയിട്ടുണ്ട് സമയം. അപ്പോൾ നമ്മൾ നോമ്പ് തുറക്കാനുള്ള സാധനങ്ങളൊക്കെ ഇവിടെ റെഡിയാക്കി വെക്കാം കേട്ടോ. അപ്പോൾ ഇവിടെ 2 ഷീറ്റൊക്കെ വിരിച്ചിട്ടുണ്ട്. അതിൽ സമൂസയും കട്ട്ലേറ്റും
എന്താ ഫ്രൂട്ട്സും ഒക്കെ കൊണ്ടുവന്ന് വെക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ കുട്ടികളതാ വട്ടത്തിൽ ഇരിക്കാൻ വേണ്ടിയിട്ട് റെഡിയായി നിൽക്കുന്നുണ്ട്. ഒരാദ്യം ഇവിടെ വിരിച്ചപ്പോന് വന്നിരുന്നീന് കേട്ടോ. അപ്പോൾ ഒക്കെ വെച്ചിട്ട് ഇരിക്കാൻ പറഞ്ഞപ്പോൾ ഒക്കെ എണീറ്റതാണ്. അപ്പോൾ ഇതാ ഗ്ലാസ്സൊക്കെ വെച്ചിട്ടുണ്ടായും. അപ്പോൾ ഗ്ലാസ്സൊക്കെ ഞാൻ ജ്യൂസൊക്കെ ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. അപ്പോൾ നമ്മളെ വീട്ടിൽ വെള്ളിയാഴ്ചയാണ് കേട്ടോ നോമ്പ് തുറ. വെള്ളിയാഴ്ചത്തെ വിശേഷങ്ങളാട്ടോ അത്. പിന്നെ പള്ളിയിലെ ദിവസേനയും അന്ന് എല്ലാവരും പനടുത്തേക്ക് കബറിങ്ങൾക്കൊക്കെ പോയി ഉപ്പാക്ക് വേണ്ടിയിട്ട് പ്രത്യേകം ദ്വായും കാര്യങ്ങളൊക്കെ ചെയ്തൊക്കെ വന്നതാണ് കേട്ടോ. അപ്പോൾ ഇവിടുത്തെ ഇപ്പം ഇല്ലാത്ത ആദ്യത്തെ നോമ്പ് തുറയാണ് ഇപ്രാവശ്യം. എൻ്റെ ഇപ്പം മരിച്ചിട്ടിപ്പം 5ാമത്തെ വർഷമായി. അപ്പോൾ ഇങ്ങനെ എല്ലാവരും ഒരുമിച്ച് കൂടുന്ന സമയത്ത് നമുക്ക് അവരെയൊക്കെ വല്ലാതെ മിസ് ചെയ്യും അല്ലേ. എന്താ അങ്ങനെ കുറേ കാലം അസുഖത്തിൽ കിടന്ന് അങ്ങനെയൊന്നും അല്ലല്ലോ. പെട്ടെന്ന് പറഞ്ഞാൽ ഒരു 2-3 മാസം കൊണ്ടാണ് ഇപ്പം അസുഖമൊക്കെ അറിഞ്ഞ് കുറച്ച് കഴിഞ്ഞപ്പോൾ തന്നെ ഇപ്പം മരിച്ചും ചെയ്തു ഇവിടുത്തെ ഇപ്പം. എൻ്റെ ഇപ്പം പറഞ്ഞാൽ എൻ്റെ ഇപ്പൊക്കെ ഒരു അസുഖമില്ലേ. ഇപ്പൊക്ക് കൊറോണ വന്നതാണ്. ആ കൊറോണയിൽ ഇപ്പം മരിച്ചു. അങ്ങനെയൊക്കെ ആലോചിക്കുമ്പോൾ ഭയങ്കര സങ്കടമാണ്. ഇങ്ങനെ എല്ലാവരും ഒരുമിച്ച് കൂടുമ്പോൾ ഈ മക്കളെയും പേരക്കുട്ടികളൊക്കെ എൻ്റെ ഇപ്പാക്ക് ഭയങ്കര ഇഷ്ടമാട്ടോ ഇങ്ങനെ പേരക്കുട്ടികളൊക്കെ ഒരുമിച്ച് കൂടണമൊക്കെ. ഇവിടുത്തെ ഇപ്പാക്കും അങ്ങനെ തന്നെയാണ്. അപ്പം എന്താ പറയുക, അപ്പോൾ അവരെയൊക്കെ ഇങ്ങനെ മിസ് ചെയ്യും ഇങ്ങനത്തെ ടൈമിലൊക്കെ. പിന്നെ നമ്മളെ ബാവുക്കാക്കും അതേപോലെ തന്നെ 2 വർഷമായി റമദാന് ഇവിടെ ഇല്ല. 2 വർഷത്തെ റമദാനിൽ ഇവിടെ ഇല്ല. അപ്പം ഇപ്പോൾ ഈ വർഷം ഓരും ഉണ്ട്. അപ്പം അങ്ങനെ ഒരു സന്തോഷം. അപ്പോൾ ഇതാ സന്തോഷവും സങ്കടവും ഒക്കെ ഉണ്ടാവും അല്ലേ. ഇപ്പമാരെ കാര്യമായിരിക്കുമ്പോൾ സങ്കടം ഉണ്ടാവും. അല്ലാതെ ഒരു സന്തോഷം വരുമ്പോൾ ഒരു സങ്കടം ഉണ്ടാവും അല്ലേ. അത് ഉറപ്പല്ലേ അല്ലേ. അപ്പോൾ എന്തായാലും പറഞ്ഞിങ്ങനെ ബോറടിപ്പിക്കണില്ല. എല്ലാവരും നോമ്പ് തുറക്കാൻ വേണ്ടി റെഡി ആയിരിക്കുകയാണ്. ബാങ്ക് കൊടുത്താൽ മതി. അപ്പോൾ കുട്ടികളെയൊക്കെ ഒരു സൈഡിലും ഇരുത്തി ഞങ്ങൾ വലിയവരൊക്കെ ഒരു ഭാഗത്തും ഇരുന്നു. അപ്പോൾ എനിക്കും ബാബുവിന് ഇരിക്കാൻ സ്ഥലമല്ലേ കേട്ടോ. അപ്പോൾ ഞങ്ങൾ രണ്ടാളും നമ്മളെ സ്റ്റെപ്പ് ഉണ്ടല്ലോ, സ്റ്റെപ്പിൻ്റെ അവിടെ ഇരുന്ന് ഓരൊക്കെ അവിടെ ഇരുത്തിയിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ ബാങ്കൊക്കെ കൊടുത്ത് ഞങ്ങളെല്ലാവരും കൂടി നോമ്പൊക്കെ തുറന്നു. ഭയങ്കര സന്തോഷമായി. പിന്നെ എല്ലാവരും നിസ്കരിക്കാനൊക്കെ പോയി. പിന്നെ ദിക്റും കാര്യങ്ങളൊക്കെ ഉണ്ടായിന് ഉപ്പാക്ക് വേണ്ടിയിട്ടുള്ള. അങ്ങനെ അതൊക്കെ കഴിഞ്ഞ് ഇനി നമ്മളെ ബിരിയാണീൻ്റെ ദമ്മ് പൊട്ടിക്കണ്ടേ. ഞാൻ പുറത്തേക്ക് കാറ്ററിങ്ങിന് ബിരിയാണി ഉണ്ടാക്കുമ്പോൾ ബിരിയാണി ദം ചെയ്തെടുക്കണമല്ലേ ഞങ്ങൾ കാണലുള്ളൂ. ബിരിയാണി പൊട്ടിക്കണ കാണില്ലല്ലോ. അപ്പോൾ നമ്മളെ ബിരിയാണി എങ്ങനെ ഉണ്ടെന്ന് നോക്കിയിട്ട് പറയുന്നുണ്ട് കേട്ടോ. കഴിച്ചു വെക്കാൻ എന്തായാലും നിങ്ങൾക്ക് പറ്റൂലല്ലോ. അപ്പോൾ എന്തായാലും കുഴപ്പമൊന്നുമില്ല കേട്ടോ. നല്ല അടിപൊളി ബിരിയാണി തന്നെ. എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ടേനി. പ്രത്യേകിച്ച് ഞാൻ പറഞ്ഞല്ലോ ഇവിടെ എല്ലാവർക്കും ബീഫ് ബിരിയാണിയാണ് ഇഷ്ടം എന്നുള്ളത്. ബീഫ് ബിരിയാണിക്കല്ലെങ്കിലും ബീഫ് നല്ലോണം വേവണം. ബീഫ് നല്ലോണം വെന്ത് കഴിഞ്ഞാൽ നല്ല ടേസ്റ്റ് ആയിക്കാരം. പിന്നെ അതേപോലെ റൈസും ഇവിടെ ഞാൻ എപ്പോഴും പറയലുണ്ടല്ലോ, എൻ്റെ ബാബുവിന് വയസ്സന്മാരമാതിരിയാണ്. നല്ലോണം വേവണം, നല്ല സോഫ്റ്റ് ആവണം ചോറ്. അപ്പോൾ അതേപോലെ നല്ലോണം വെന്ത് നല്ല സോഫ്റ്റ് ആയിട്ടുണ്ടെന്നാൽ വേവേറിയിട്ടില്ല അങ്ങനെ കേട്ടോ. എല്ലാവർക്കും അങ്ങനെ പറ്റൂല, നല്ലോണം ഇട്ട് വേവണ പറ്റൂല ചില ആൾക്കാർക്ക്. ഇവിടെ അങ്ങനെയാണ്, ഇവിടെ നല്ലോണം വേവണം. അപ്പോൾ ഓരോക്കെ ഇഷ്ടം പോലെ തന്നെ ആയിട്ടുണ്ട്. ചോറും വെന്തിട്ടുണ്ട്, അതേപോലെ തന്നെ ബീഫും നല്ലോണം വെന്തിട്ടുണ്ട്. അങ്ങനെ നല്ല ടേസ്റ്റ് ഒക്കെ ഉണ്ടായിരുന്നു കേട്ടോ ബിരിയാണിയൊക്കെ. അപ്പോൾ എല്ലാവരും ഇനിയിപ്പോൾ കുട്ടികളൊക്കെ ചോറൊക്കെ വിളമ്പി വെക്കുന്നുണ്ട്. ഓരോരുത്തർ ഇങ്ങനെ നിസ്കാരമൊക്കെ കഴിഞ്ഞ് വരുന്നുള്ളൂ. രണ്ടുമ്മാരെയും ടേബിളും ഇരുത്തിയേക്കാട്ടോ. അവിടെ കസേര വെച്ച് ഇരുത്തിയേക്കാണ്. അവർക്ക് താഴെ ഇരിക്കാൻ കഴിയൂലല്ലോ. പിന്നെ ഇവിടുത്തെ മനെ വീഡിയോയിൽ കാണിക്കാനും പറ്റൂല. അങ്ങനെയൊക്കെ കേട്ടോ. അങ്ങനെ എന്തായാലും ഇന്നത്തെ നോമ്പ് തുറ ഉഷാറായി. അപ്പോൾ ഇന്നത്തെ വീഡിയോ അത്രയൊക്കെ തന്നെ ഉള്ളൂ. ഇനി ഇൻഷാ അല്ലാ നല്ലൊരു വീഡിയോ ആയിട്ട് നമുക്ക് നാളെ കാണാം. അപ്പോൾ നമ്മളെ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനൊന്നും മറക്കരുത്. അതുപോലെ തന്നെ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. ഫേസ്ബുക്കിലാണ് വീഡിയോ കാണുന്നുണ്ടെങ്കിൽ പേജ് ഒന്ന് ഫോളോ ചെയ്യാം കേട്ടോ. അപ്പോൾ താങ്ക് യു.